ഈ എൻട്രൻസ് പരീക്ഷയും കോമ്പറ്റേറ്റീവ് പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ അത് വിജയിക്കാനായിട്ട് പ്രത്യേകിച്ച് ടെക്നിക്കുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അർപ്പണ മനോഭാവത്തോടു കൂടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ടെക്നിക്സിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതുമ്പോൾ നമ്മളത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ്, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മോക്ക് ടെസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വന്ന് അത് ആൻസർ ചെയ്ത് എഴുതി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഒബ്ജക്റ്റീവ് ടൈപ്പ് മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നു, അത്രയും നമുക്ക് അതിനകത്തുള്ള എക്സ്പീരിയൻസ് കിട്ടുകയാണ്, അത്രയും ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ പരീക്ഷ എഴുതുമ്പോഴും അതിനകത്ത് കിട്ടുന്ന മാർക്കുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അടുത്ത തവണ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജെയിലും നീറ്റിലും ഒക്കെ ഉയർന്ന സ്കോർ വാങ്ങിക്കുന്ന കുട്ടികൾ ഏകദേശം 300, 500, 600 ഒക്കെ മോക്ക് ടെസ്റ്റുകൾ ആ അവസാന മാസങ്ങളിൽ എഴുതി അവസാനം അതിൽ മിക്കവാറുള്ള എല്ലാ ചോദ്യങ്ങളുമായിട്ടും പരിചയപ്പെട്ട് അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എത്രത്തോളം എഴുതാൻ പറ്റുക, അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും ഫോർമുലാസും ഒക്കെ ചെക്ക് ലിസ്റ്റുകളാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞ് ചെക്ക് ലിസ്റ്റുകളാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ആ ചെക്ക് ലിസ്റ്റ് മാത്രം എടുത്ത് മറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയും ചെയ്യും. അല്ലാതെ വലിയ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ച് നമ്മൾ വീണ്ടും തുറന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനാവും. അപ്പോൾ ഈ കുഞ്ഞ് ചെക്ക് ലിസ്റ്റുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കത് കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരാനായിട്ട് അതിനെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും പരീക്ഷയെപ്പറ്റി മാത്രം ആലോചിക്കുക, റിസൾട്ടിനെ പറ്റി വെറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും റിസൾട്ട് എന്താവും, ജയിക്കുമോ കിട്ടുമോ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന പെർഫോമൻസ് എഴുതാൻ എങ്ങനെ എന്നുള്ളതിനെ പറ്റി മാത്രം ആലോചിക്കുക, റിസൾട്ടിനെ പറ്റി വറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം, ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടെ എഴുതുന്നത് കണ്ട് നമ്മൾ പേടിക്കാറുണ്ട്. അതായത് അവരെല്ലാം എഴുതുന്നുണ്ടല്ലോ. ചില യൂണിവേഴ്സിറ്റി പരീക്ഷകളിലൊക്കെ ചില ആൾക്കാർ എണീറ്റ് നിന്ന് പേപ്പർ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്, അത്രയും പേപ്പർ വാങ്ങിച്ച അയാൾ എഴുതുകയാണല്ലോ. ബാക്കിയുള്ളവർ എന്തോ ചെയ്തോട്ടെ, ബാക്കിയുള്ളവർ പരീക്ഷ എഴുതുന്നതിനെ പറ്റി നമ്മൾ വറി ചെയ്യരുതെന്നുള്ളതാണ് നാലാമത്തെ കാര്യം. നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു മാരത്തോണാണ്. ആ മാരത്തോൺ എന്ന് പറയുമ്പോൾ പതുക്കെ ഓടി തുടങ്ങുക, ഓടി വളരെ ദീർഘദൂരം ആരോഗ്യത്തോടെ നല്ല പൂർണ്ണമായ പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഓടുക എന്നുള്ളതാണ്.